വിശുദ്ധ യൗസേപ്പിന്റെ സന്താപങ്ങൾ. കുരിശ് ഒരു വലിയ തത്വശാസ്ത്രം നമ്മോട് പ്രസംഗിക്കുന്നു. നമ്മുടെ ഭൗമിക ജീവിത ലക്ഷ്യം ക്ഷണികമായ സുഖഭോഗങ്ങൾ ആസ്വദിക്കുകയല്ല, പ്രത്യുത നമ്മെ തന്നെ പവിത്രീകരിച്ച് പാരത്രികവും സനാതനവുമായ ജീവിതത്തിനുള്ള കളമൊരുക്കുകയാണ്, അഥവാ ദൈവവുമായിട്ടുള്ള നിത്യസമാഗമമാണ്. പലരും ജീവിത ക്ലേശങ്ങളിൽ ഇതെല്ലാം വിസ്മരിച്ച് വിഗത ധൈര്യരും നിരാശരുമാകാറുണ്ട്. മിശിഹായുടെ പീഡാനുഭവത്തിൽ കുറവുള്ളതിനെ അവിടുത്തെ സഭാ ശരീരത്തിനു വേണ്ടി ഞാൻ എന്റെ ശരീരത്തിൽ പരിഹരിക്കുന്നു. മിശിഹായുടെ പീഡാനുഭവം പരിത്രാണ കർമ്മത്തിന് മതിയാകാത്തതിനാലല്ല, പ്രത്യുത ഭൗതിക ശരീരത്തിലെ ഓരോ വ്യക്തിക്കും മിശിഹായുടെ പെസഹ രഹസ്യത്തിൽ പങ്കുചേരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പിതാവ് മാർ യൗസേപ്പും മിശിഹായോടുകൂടി അവിടുത്തെ സഹനത്തിൽ പങ്കുചേർന്ന് ബെത്ലേഹമിലെ ഏറ്റവും ദരിദ്രമായ ജീവിതത്തിൽ മിശിഹായുടെ കെനോസിസിലും അദ്ദേഹം ഭാഗമായി. പൗരസ്ത്യ വിജ്ഞാനികൾ വന്ന് ഈശോയെ ആരാധിച്ചപ്പോൾ വിശുദ്ധ യൗസേപ്പിന് വളരെ വലിയ സന്തോഷം അനുഭവപ്പെട്ടു. എന്നാൽ അധിക താമസം വേണ്ടി വന്നില്ല. ഹെറോദസ് ദിവ്യകുമാരന്റെ ജീവനെ അപഹരിക്കാനുള്ള സന്നാഹങ്ങൾ ആരംഭിച്ചതായി അദ്ദേഹം കേൾക്കുന്നതിന് തന്മൂലം മാർ യൗസേപ്പ് പിതാവും കന്യകാമേരിയും ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടതായി വന്നു. സ്വന്തം നാടിനെയും വീടിനെയും ബന്ധുമിത്രാദികളെയും വേർപെട്ട് വിദൂരസ്ഥിതവും അജ്ഞാതവുമായ ഒരു ദേശത്ത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ പ്രവാസ ജീവിതം അനുഷ്ഠിക്കേണ്ടി വരിക എത്ര ദുർവഹമായിരിക്കും. യാത്രയ്ക്ക് വാഹനങ്ങളൊന്നുമില്ല. മണലാരണ്യത്തിലൂടെയുള്ള പ്രയാണം, മാർഗമധ്യേ വന്യമൃഗങ്ങളിൽ നിന്നും തസ്കര സംഘങ്ങളിൽ നിന്നുമുള്ള ആക്രമണ ഭീഷണി. ഇപ്രകാരം വളരെ ക്ലേശങ്ങൾ സഹിച്ച് ഈജിപ്തിൽ എത്തിച്ചേർന്ന തിരുകുടുംബത്തിന് ഹൃദ്യമായ സ്വാഗതമല്ല അവിടെ ലഭിച്ചത്. യഹൂദന്മാരെ സംശയദൃഷ്ടിയോടെയാണ് ഈജിപ്തുകാർ വീക്ഷിച്ചത്. അപരിചിതരുടെ മധ്യത്തിൽ സാമ്പത്തികമായ പരിമിതികളിൽ സഹായഹസ്തം നീട്ടുന്നവർ വളരെ വിരളമാണല്ലോ. പോരെങ്കിൽ പരസ്നേഹം എന്നുള്ളത് എന്തെന്ന് ഗ്രഹിക്കാതിരുന്ന കാലത്ത് അവിടെയും വിശുദ്ധ യൗസേപ്പ് അദ്ദേഹത്തിന്റെ നിത്യവൃത്തിക്കായി സ്വീകരിച്ചത് തന്റെ ജോലി തന്നെയായിരിക്കണം. ഇപ്രകാരമുള്ള ക്ലേശപൂർണമായ സാഹചര്യത്തിലും നമ്മുടെ പിതാവ് ദൈവത്തിൽ സർവ്വപ്രത്യാശയും അർപ്പിച്ചുകൊണ്ട് ജീവിച്ചു. അവരുടെ അവിടുത്തെ ലോകപരിത്രാതാവിനോടുകൂടിയുള്ള ജീവിതം ഒരു പുതിയ യുഗത്തിന്റെ ഉദയം കുറിച്ചു. സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിച്ചവർ തിരുകുടുംബത്തിന്റെ ജീവിതത്തിൽ അത്ഭുത പരതന്ത്രരായി കാണണം. നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതായിരിക്കണം. മാർ യൗസേപ്പിന് യാതനകൾ അനുഭവിക്കുന്നവരോട് വലിയ കാരുണ്യമുണ്ട്. എന്നെ അനുഗമിക്കുകയും തന്നെ പരിത്യജിക്കുകയും ചെയ്യാത്തവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല.